നമസ്കാരം. കേരളത്തിൽ ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ ഏകദേശം 35 ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്ന് പറയാം. അവർ നിരന്തരമായി പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി, പല രീതിയിലുള്ള സമര മുഖങ്ങൾ തുറന്നു വച്ചു. പൊങ്കാല, ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല വരെ ഇട്ട് അവരുടെ സമരം ഒന്ന് കാണാൻ, അതായത് കേരള സർക്കാർ ഒന്ന് കാണാനും ആ സർക്കാരിൻ്റെ കടാക്ഷമുണ്ടാകാനുമൊക്കെ അവർ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല വരെ ഇട്ട ഒരവസരത്തിൽ വരെ എത്തി. എന്നിട്ടും കേരളത്തിലെ ഒരു മന്ത്രിയോ കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ CPM-ലെ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ ആ സമരപ്പന്തലിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്നത് വലിയ ഖേദകരമായ ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആശാപ്രവർത്തകർ. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് സാധാരണ നിത്യവൃത്തിക്ക് ഒരു മാർഗവുമില്ലാത്ത അവസരത്തിൽ ഈ ആശാപ്രവർത്തനം എന്ന വലിയ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തപ്പെട്ടവരാണ് നമ്മുടെ ഈ സഹോദരിമാരും അമ്മമാരുമൊക്കെ. എത്രയോ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിൽ വെയിലും മഴയും മഞ്ഞും ഒക്കെ, ആ പൊടിയുമൊക്കെ അനുഭവിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊതുനിരത്തിൽ കിടന്നുറങ്ങി അവർ ഇപ്പോഴും സമരരംഗത്ത് തന്നെയാണ്, ശക്തമായ സമരരംഗത്ത് തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഈ ആശാപ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുകയും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു BJP പ്രവർത്തകൻ എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം മന്ത്രിയുടെയോ ഒരു സിനിമാ നടൻ്റെയോ ജാടയോ ഇല്ലാതെയാണ് സുരേഷ് ഗോപി ഈ സമരമുഖത്തേക്ക് പലപ്പോഴായി എത്തിയത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയും ഒക്കെ ധരിപ്പിക്കാം ഈ വിഷയങ്ങൾ എന്ന് അദ്ദേഹം നിരന്തരം പറയുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി കാണുകയും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിന് ചെറിയൊരു പരിഹാരം കാണാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹം വീണ്ടും സമരപ്പന്തലിലെത്തി ഈ ആശാപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചത്. അത് മറ്റൊന്ന്, ഈ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലേ ദിവസം അദ്ദേഹം ചെല്ലുകയും അവർക്ക് ആവശ്യമുള്ള ഈ പൊങ്കാല കിറ്റുകൾ നൽകാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രിയോടുകൂടി BJP പ്രവർത്തകർ അവിടെ എത്തുകയും 150ഓളം പൊങ്കാല കിറ്റുകൾ അവിടെയുള്ള ആശാപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തു. അതിനെയും ട്രോളിക്കൊണ്ടാണ് CPM-ൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ MLA-മാരും മന്ത്രിമാരുമൊക്കെ പിന്നീട് രംഗത്ത് അവതരിച്ചത്. എന്നാൽ ഇതൊന്നുമല്ല കാര്യം. ഏറ്റവും കൂടുതൽ ഈ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അല്ലെങ്കിൽ മന്ത്രിയെ കളിയാക്കുകയും സുരേഷ് ഗോപിക്കെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നത് കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ ജോൺ ബ്രിട്ടാസ് എന്ന MP-യാണ്. കിട്ടാവുന്ന അവസരത്തിലൊക്കെ സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രധാന കർത്തവ്യം എന്ന് തോന്നുന്നു. അതായത് ഈ ജോൺ ബ്രിട്ടാസ് പറയുന്നത് സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ ഒരു പണിയുമില്ല, അതായത് മന്ത്രിസ്ഥാനം വെറും ആലങ്കാരിക പദവി മാത്രമാണ്, അവിടെ ഒരു പണിയുമില്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ ആശാപ്രവർത്തകരുടെ ഇടയിലേക്ക് എത്തി നിരന്തരം ഇവരെ ഇങ്ങനെ കാണുകയും ഇവർക്കെതിരെ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ്. അതായത് ആശാപ്രവർത്തകർ ചെയ്യുന്ന ആ സമരത്തിന് യാതൊരു വിലയും ഈ നമ്മുടെ MP കൊടുക്കുന്നില്ല, ജോൺ ബ്രിട്ടാസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ്. ഇതിന് അനീതിക്കെതിരെ താൻ പടവാൾ ഉയർത്തുന്നു എന്ന് പേനയുമായി നടന്ന് ഒരു കാലത്ത് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുകയും അത്തരത്തിലുള്ള ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം രാജ്യസഭയിലെത്തിയപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ആശാപ്രവർത്തകരുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി വെറുതെ ഷോ കാണിക്കാനായിട്ട് എത്തുന്നു എന്നാണ്. അതായത് ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് ആശാപ്രവർത്തകരുടെ ഇടയിൽ എത്തി അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും കേരള സർക്കാരിനെതിരെ തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, മിസ്റ്റർ ബ്രിട്ടാസ്, താങ്കൾ ഒരു തവണയെങ്കിലും ഈ ആശാപ്രവർത്തകരെ ഒന്ന് വിളിക്കുകയോ, താങ്കളൊരു MP ആണല്ലോ, രാജ്യസഭാ MP-ക്ക് അങ്ങനെ പ്രത്യേക മണ്ഡലങ്ങളൊന്നുമില്ല, ഏത് മണ്ഡലത്തിലും അദ്ദേഹത്തിന് അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ആശാപ്രവർത്തകരെ ഒന്ന് കാണാനോ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനോ, അത് തൻ്റെ ഏറ്റവും അടുപ്പമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോട് ധരിപ്പിക്കുവാനോ ഒരിക്കലെങ്കിലും ഈ ജോൺ ബ്രിട്ടാസ് MP ശ്രമിച്ചിട്ടുണ്ടോ? അതല്ലാതെ എപ്പോഴും കിട്ടുന്ന അവസരത്തിലൊക്കെ താനാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലാരിറ്റിയുള്ള ഒരു MP എന്ന് വരുത്തി തീർക്കാനായിട്ട്
കിട്ടുന്ന അവസരത്തിലൊക്കെയും സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുന്ന ഒരു സമീപനം മാത്രമാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വയം പ്രഹസനം ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമപ്രവർത്തകൻ ഒരു സെലിബ്രിറ്റിയാണ് എന്ന് നമ്മൾ മറന്നുകൂടാ. കാരണം സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ഇടങ്ങളിലും ഒരു സ്വീകാര്യതയുണ്ട്. എന്നാൽ തന്നെക്കാൾ വലിയ പോപ്പുലാരിറ്റി സുരേഷ് ഗോപിക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ അതിനെ അനുവദിച്ചുകൂടാ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന തലത്തിലേക്ക് ആണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ജോൺ ബ്രിട്ടാസ് ഒരു കാര്യം ഓർക്കേണ്ടത്, ജോൺ ബ്രിട്ടാസിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ച് കയറാൻ കഴിയുമോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് മാത്രം രാജ്യസഭയിൽ ഒരു MP ആയി ഇപ്പോൾ ആ സ്ഥാനം അലങ്കരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ BJPക്ക് നാമമാത്രമായ അംഗബലമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലെത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ സമ്മതപ്രകാരം അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലെത്തി അങ്ങനെ മന്ത്രിയായ ആളാണ് സുരേഷ് ഗോപി. ഇതിന് മുമ്പ് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിയാകാമായിരുന്നു. നേരത്തെ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് മോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിപദം വെച്ച് നീട്ടിയതാണ്. അപ്പോൾ പോലും അത് സ്വീകരിക്കാതെ താൻ എന്നാണോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് എത്തുന്നത് അന്ന് മാത്രമേ എനിക്ക് മന്ത്രിസ്ഥാനം മതി ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുരേഷ് ഗോപി. മാത്രവുമല്ല അദ്ദേഹം അന്നും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്ന സമയത്ത് പലവിധ വികസനങ്ങൾ നടത്തിയ ആളാണ്. അതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തികഞ്ഞ സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് സുരേഷ് ഗോപി എന്ന് മറന്നുപോകരുത്. ജോൺ ബ്രിട്ടാസിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചിട്ട് ഒരാളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അയാളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുക. രാജ്യസഭാ മെമ്പറുടെ ദൗത്യം അദ്ദേഹം നിറവേറ്റുന്നത് നല്ലത് തന്നെ. എന്നാൽ ഒരാളെ നിശ്ചിതമായി സദാസമയവും വിമർശിച്ചുകൊണ്ട് പുറകെ നടക്കുകയും തൻ്റെ സെലിബ്രിറ്റിയേക്കാൾ മുന്നിലേക്ക് അയാളുടെ ആ ഒരു സെലിബ്രിറ്റിഷിപ്പ് പോകരുത് എന്ന് ശഠിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമപ്രവർത്തകൻ